ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ രാജസ്ഥാനിലെത്തിയിരിക്കുകയാണ്. രാജസ്ഥാനിലൂടെയാണ് ഇപ്പോൾ ഓടുന്നത് വണ്ടി. അപ്പോൾ 4 മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മുടെ ക്ലീനിങ് തുടങ്ങിയിരിക്കുകയാണ്. AC കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ക്ലീനിങ്ങാണ്. IRCTCയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അവരാണ് ഇത് ക്ലീൻ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ജോധ്പൂരിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, വൃത്തിയും എടുപ്പൊക്കെ ഉള്ള ട്രെയിനാണ് കേട്ടോ. ലേറ്റായാലും നമുക്ക് എന്താ പറയുക, ടോയ്ലറ്റിലായാലും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തായാലും അത്യാവശ്യം നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ജോധ്പൂർ രാവിലെ എത്തിയിരിക്കുകയാണ്. ജോധ്പൂർ ഇവിടെ നമ്മുടെ ട്രെയിനിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട് ജോധ്പൂരിൽ, രാജസ്ഥാനിലെ ജോധ്പൂരിൽ കേട്ടോ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ നല്ല വൃത്തിയാണ് കണ്ടോ. നല്ല എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല നമ്മൾ പറയും നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്റ്റേഷനുകളിലും വൃത്തിയും എടുപ്പൊക്കെ ഇല്ലെന്ന്, പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ നല്ല വൃത്തിയാണ്. നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതാണ് നമ്മളെ തേർഡ് AC കോച്ചിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല വൃത്തിയുണ്ട് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിന്. ഞാൻ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എല്ലാ ആൾക്കാർ ഈ ഓപ്പോസിറ്റ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് മാറിയിരുന്നതാണ് കണ്ടോ. ഇവിടെ ഇവിടെ ഇരുന്ന ഫാമിലി എല്ലാം ഇറങ്ങിപ്പോയി കേട്ടോ. അവരെല്ലാം ജോധ്പൂർ അതിന് മുന്നേ ഉള്ള കുറേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ മെർട്ട റോഡ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. മെർട്ട റോഡിലും വണ്ടി പിടിച്ചിട്ടേക്കാണ് കേട്ടോ. 4 മണിക്കൂർ ലേറ്റായിട്ട് വണ്ടി ഓടി അങ്ങനെ മെർട്ട റോഡിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, പിന്നെ വേറൊരു കാര്യം, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടുന്ന് ട്രാക്ക് രണ്ടായിട്ട് ചേഞ്ച് ആവുകയാണ്. ഒന്ന് ഡൽഹി റൂട്ടും ഒന്ന് ഹരിയാന റൂട്ടുമാണ്. അങ്ങനെയാണ് നമ്മളോടൊരു ഹിന്ദിക്കാരൻ പറഞ്ഞത്. ഫ്രണ്ട്സ്, ആണ്ടെ ആ ഒരു ലൈനാണ് കണ്ടില്ലേ, ഏതാണ്ട് ആ ലൈനാണ് ഡൽഹി റോഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഹരിയാനയ്ക്കാണ്. ഈ റോഡിലൂടെയാണ് നമ്മൾ ഹരിയാനയിലോട്ട് വന്നത്. ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുന്ന് താണ്ട് ഇവിടുന്ന് ഒരു ട്രാക്ക് ഇങ്ങനെ കയറി ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് കണ്ടില്ലേ. ആ ഡൽഹി റോഡിൽ ഇങ്ങനെ വന്ന് കയറി ഇതിലേക്കൂടെയാണ് നമ്മൾ ഹരിയാനയിലോട്ട് വന്നത്. ആ ഡോറിൻ്റെ സൈഡിൽ ഒരാൾ നിൽപ്പുണ്ട്. ഞാൻ കുറേ നേരം കൊണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഒന്ന് മാറി തരുമോ, ഞാൻ ഈ ഇതിൻ്റെ വിഷ്വലൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി മാറുന്നില്ല. പുള്ളി കുറേ നേരം കൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല, വണ്ടി നല്ല സ്പീഡുമായിട്ടുണ്ട്. എന്നാൽ മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുകയില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, ഭാരതരുടെയൊക്കെ സ്വഭാവമല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം സംസാരിക്കുകയാണെന്ന് പോയി അടുത്ത സ്ഥലത്തെത്തി. നമ്മൾ അടുത്ത വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതലും കടുകാണ് കൃഷി, കടുകിൻ്റെ കൃഷിയാണ് ഏറ്റവും കൂടുതലും. പിന്നെ ഒരു സൈഡിൽ ഇതുണ്ട്, എന്താ നമ്മുടെ ഗോതമ്പ് ഒരു സൈഡിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ എന്താ പറയുക, നല്ല പച്ചപ്പാണ്. അവിടെ ഇങ്ങോട്ട് വരുന്നതോറും പച്ചപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് നാഗോർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. നാഗോർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലും കോയമ്പത്തൂർ, അതുപോലെ സേലം, ഈറോഡ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും ആൾക്കാർ. ഈ വണ്ടിയിൽ വരുന്ന മിക്കവാറും ഉള്ളവരെല്ലാം കോയമ്പത്തൂരും സേലം, ഈറോഡ് അവിടെ എല്ലാം
വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് തുണിക്കട, അതുപോലെ ഫാക്ടറികളിൽ അതിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയുള്ളൊരു ട്രെയിൻ കൂടിയാണ്, വീക്കിലി എക്സ്പ്രസ് കൂടിയാണ്. ഇതിനകത്ത് ടിക്കറ്റും വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ RIC ഒക്കെ കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് കൺഫേമായിട്ട് നമുക്ക് ബെർത്തും ആവും, ചിലപ്പോൾ കൺഫേമും ആകാൻ ചാൻസ് ഇല്ലെന്നാണ് അവർ പറയുന്നത് ഞാൻ തിരക്കിയപ്പോൾ. പിന്നെ തൽക്കാലമാണ് ഓപ്ഷൻ AC, തേർഡ് AC, ഫസ്റ്റ് AC അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ആവുമെങ്കിലും തൽക്കാലം എടുത്ത് യാത്ര അത്യാവശ്യം എമർജൻസി ചെയ്യേണ്ടവർക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നഗോർ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല സൂപ്പർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. രാജസ്ഥാനിലെ മിക്കവാറും ഉള്ള റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നല്ല വൃത്തിയാണ്. സ്ഥലങ്ങളും അത്യാവശ്യം നല്ല ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലൊന്നുമല്ല, രാജസ്ഥാനൊക്കെ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനും അങ്ങനെ നാഗൗർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു എന്താ പറയുക, ഏകദേശം ഒരു 11:30-12 മണി ആവാറായിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഞാനിപ്പം AC-ന്ന് വെളിയിൽ പോയി ഡോറിനടുത്ത് എത്തിയപ്പോൾ ചെറിയ ചൂട്, തണുപ്പ് വലിയ തണുപ്പില്ലെങ്കിലും കുഞ്ഞ് ഒരു ചൂടും തണുപ്പും ആ ഒരു മിക്സായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നമുക്ക് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് എന്താ പറയുക, ഫുള്ള് ഈ ഫോറസ്റ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് പോലുള്ള സ്ഥലത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ടില്ലേ, അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലമെല്ലാം മാനും അതുപോലെ ഒട്ടകമൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇത് എല്ലാം ഇനി കുറേ ദൂരം അങ്ങോട്ട് ഫോറസ്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാടുകൾ ഇവിടെ എല്ലാം അവർ എർത്ത് ചെയ്തിട്ടുണ്ട്, റെയിൽവേ തന്നെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഈ മൃഗങ്ങളൊന്നും ഇറങ്ങി ട്രാക്കിലോട്ട് വരാതിരിക്കാൻ വേണ്ടി എർത്തും അങ്ങനെ കമ്പിവേലി എല്ലാം തിരിച്ചാണ്, ഓരോ പ്ലോട്ടായിട്ട് കമ്പിവേലി തിരിച്ചാണ് ഇതിട്ടേക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കി രാജസ്ഥാൻ അങ്ങനെ ഹിസാർ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും.